ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടൻറ്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കഴിഞ്ഞ ദിവസം രേണുവിനെതിരെ കിച്ചു ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ കുറേയധികം പേര് രേണുവിനെതിരെ നെഗറ്റീവ് കമൻസും അതിനെതിരെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ വിചാരിച്ചതാണ് രേണു ഇനി പ്രതികരിക്കുമോ ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നിങ്ങൾ ആദ്യമേ കേട്ട ആ ഒരു ഓഡിയോ, അതൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടേക്കുവാണ്. ഇപ്പം ഫേസ്ബുക്ക് ഒന്നും തന്നെ തുറക്കാൻ പറ്റുന്നില്ല. തനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്കൊന്ന് എൻജോയ്മെൻറ്റിന് വേണ്ടി പോലും ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള എനിക്കെതിരെ നെഗറ്റീവാണ് എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്.